എന്താ ഇപ്പൊ നിങ്ങളുടെ പ്രശ്നം? ഉത്സവം നടത്തല? ഈ ഇട്ടാവട്ട നാട്ടിൽ എത്ര ഉത്സവങ്ങൾ നടക്കുന്നുണ്ട്. അതിന്റെ ഇടയിൽ നിങ്ങളുടെ വകയും കൂടി വേണോ ഒന്ന്? അല്ല, നിർബന്ധാച്ചായിക്കോളൂ. പക്ഷെ അതിനകത്തേക്ക് കലക്ടറേയും മജിസ്ട്രേറ്റിനൊക്കെ വലിച്ചടിച്ചതിന്റെ വല്ല ആവശ്യമുണ്ടോ? നിങ്ങൾക്ക് അങ്ങോട്ട് സോൾവ് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. അതറിയാൻ വയ്യാഞ്ഞിട്ടല്ല സാർ, ഞങ്ങൾ അതിനിറങ്ങി തിരിച്ചാ സംഗതി വെടിപ്പാവുകയും ചെയ്യും. പക്ഷെ അത്യാവശ്യം ചില ചവിട്ടും കുത്തുമൊക്കെ ഉണ്ടാവും. 1-2 തലയോടലും വെവ്വേറെ കിടക്കുകയും ചെയ്യും. ആ സമയത്ത് ഈ പറഞ്ഞ കളക്ടറും മജിസ്ട്രേറ്റും ഓടിപ്പറഞ്ഞു വന്ന് നിയമം കുന്തം തേങ്ങാക്കുല എന്നൊന്നും പറയില്ല എന്ന് ഉറപ്പുവരാൻ കഴിയോ? എനിക്കറിയാലോ, ഡൽഹി അല്ലേ? അതെ. എനിക്കങ്ങോട്ട് എടോ താൻ മറന്നു. എടോ JNUവിലുണ്ടായിരുന്ന പഴയ കോങ്ങാട്ടുകാരൻ ഈശ്വരനുണ്ണി. സോറി സാർ. അത് കള. താനെന്താ ഇവിടെ? ഇവരുടെ കൂട്ടത്തിൽ ഞാനും ഉണ്ട്. കണിമംഗലം കോവിലത് ഞാനാ വാങ്ങിച്ചിരിക്കുന്നത്. ഡൽഹിയിൽ ഒരു ആർട്ട് ചാനൽ നടത്തിയിരുന്നത് അതെല്ലാം വിട്ടു. ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ സാറിന് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഡിസ്ട്രിക്ട് കളക്ടർക്ക് ചെയ്യാൻ കഴിയുന്നതിലപ്പുറം പോലീസ് ഡിപ്പാർട്ട്മെന്റിനാണ് ഇക്കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാനാവുക. നമ്മുടെ റൂറൽ SP അശോക് കുമാർ മിടുക്കന. ഐ വിൽ ഇൻട്രൊഡ്യൂസ് യു. തനിക്ക് പറ്റും. ഈ തിരുവാഭരണങ്ങൾ വിട്ടുകൊടുക്കില്ല ഞാൻ തീരുമാനിച്ചത് അതിന് കാരണം ഉണ്ടായിട്ട് തന്നെയാ. ഞാൻ കേട്ടു രണ്ടു കൂട്ടരും തമ്മിൽ അടി നടന്നെന്നോ. നിങ്ങളുടെ മുഖത്തെ അതൊക്കെ അതിന്റെ ഭാഗമായിട്ടുണ്ടായതല്ലേ? ഉവ്വ്, വെറുതെ ഒരു വഴക്കുണ്ടായതല്ല, ഉണ്ടാക്കിയതുമല്ല. പക്ഷെ ഞാൻ ഈ സംഭവത്തിന്റെ മറ്റൊരു വേർഷൻ കേട്ടു. ഭഗവതിയുടെ തിരുവാഭരണങ്ങളിൽപ്പെട്ട ഒഡ്യാണം നിങ്ങൾ എടുത്ത് ഒളിപ്പിച്ചു വെച്ചതായിരുന്നു എന്നും അത് നിങ്ങളുടെ അളിയൻ ദത്തൻ തമ്പുരാനെ മനഃപൂർവ്വം അവഹേളിക്കാൻ വേണ്ടിയായിരുന്നു. അങ്ങനെ കഥകൾ എന്താ ആർക്കാ പാടി നടക്കാൻ വയ്യാത്ത? കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ ഗുണമുള്ളൂ. ഗുണമുള്ളൊരു കാര്യം അങ്ങോട്ട് പറയട്ടെ. ഓഹോ. കരിപ്പള്ളി പത്മനാഭൻ, ഒരു എലിഫന്റ് ട്രെയിനർ ആയിരുന്ന പത്മനാഭനെ നിങ്ങളുടെ ശങ്കരൻകുട്ടി എന്ന ആന കുത്തിക്കൊന്നൊരു സംഭവം ഉണ്ടായല്ലോ. വർഷം 3 കഴിഞ്ഞു. ശങ്കരൻകുട്ടി എന്ന ആന അതിൽ നിരപരാധിയാണെന്നും പണ്ടങ്ങോ ചരിഞ്ഞ നിങ്ങളുടെ ഒരു ആനയുടെ കൊമ്പുകളാണ് പത്മനാഭന്റെ വയറ്റിൽ തുളച്ചു കയറിയതെന്നും ഞാൻ പറയല്ല, തെളിവും സാക്ഷിയും സഹിതം കോടതിയിൽ തെളിയിച്ചാൽ മിസ്റ്റർ അപ്പൻ തമ്പുരാൻ എന്ത് പറയും? നുണ, ശുദ്ധ നുണ. എന്തായി പറയണേ? കുഴിച്ചു മൂടിയെന്ന് നിങ്ങൾ കരുതിയിരുന്നതൊന്നും കുത്തിപ്പൊക്കിയെടുക്കാൻ ഞാൻ ഇതുവരെ ഇറങ്ങിയിട്ടില്ല. ഇറങ്ങാതിരിക്കാം. ആ ഉത്സവത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ ഒരു ഒത്തുതീർപ്പിന് തയ്യാറായാൽ കളക്ടർ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടും. അതിൽ സഹകരിച്ച് വേണ്ട എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. അപ്പ മറ്റേ സ്വഭാവം കാണിച്ചു. മീറ്റിംഗിന് വന്നില്ല. ഇപ്പൊ ഒരു മെസ്സഞ്ചറെ പറഞ്ഞു വെച്ചിരിക്കുന്നു. ശരീരസുഖമില്ലാത്തതിനാൽ വരാൻ നിർവാഹമില്ല. അവന്റെ ശരീരത്തിന് അസുഖം ഞാൻ മാറ്റി കൊടുക്കാം. മല അബ്ദുള്ളയുടെ അടുത്തേക്ക് ഞാൻ അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചു. പൊളപ്പുള്ളി അപ്പന്റെ അടുത്തേക്ക്. നന്ദി വാക്ക് വേണ്ടടോ. ഞാനും ഇപ്പൊ ഒരു കണിമംഗലത്തുകാരനായോ എന്ന് സംശയം. കലക്ടർ ചർച്ചയിൽ അത്ര നിഷ്പക്ഷനൊന്നും ആവില്ല. കമ്മഷോ അല്ല നമ്മൾ കളി പുറത്തു നിന്ന് കാണും. വണ്ടിയുടെ വാ. സാറിന് എന്നോട് മുഷിവ് തോന്നിയാവോ? തീരെ അങ്ങോട്ട് വയ്യാത്തൊരു ക്ഷീണം, അതുകൊണ്ടാ ഞാൻ. അതൊന്നും സാരമില്ല തമ്പുരാൻ. അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഒരു മുഖവുരയുടെ ആവശ്യമില്ലല്ലോ. ആവശ്യമില്ല. പക്ഷെ കളക്ടർ സാറിന് മുഷിവ് തോന്നരുത്. അത് നടക്കില്ല. കണിമംഗലത്തേക്ക് തിരുവാഭരണങ്ങൾ വിട്ടുകൊടുക്കണ്ടെന്ന് തന്നെയാ തീരുമാനം. ആ തീരുമാനമാണ് തമ്പുരാൻ പുനഃപരിശോധിക്കേണ്ടത്. അതിപ്പോ എന്റെ മാത്രം അഭിപ്രായമല്ല. ഒരു ട്രസ്റ്റാ ഈ കണ്ട സ്വത്തിന്റെയും ക്ഷേത്രത്തിന്റെയും ഉടമസ്ഥത കൈയാളുന്നത്. ട്രസ്റ്റിലെ അംഗങ്ങൾ ഒറ്റക്കെട്ടായെടുത്ത തീരുമാന. ഞങ്ങളെ നിരാശരാക്കി മടക്കി അയക്കരുത്. എന്താ ചെയ്യാ? ട്രസ്റ്റിലെ ഒരാളെങ്കിലും നിങ്ങൾക്ക് അനുകൂലമായി നിന്നിരുന്നെങ്കിൽ ഉറപ്പ് തരണു, ആഭരണങ്ങൾ കൊടുത്തയച്ചേക്കാം. ട്രസ്റ്റ് എന്ന് പറഞ്ഞ ആരൊക്കെ അതിലെ അംഗങ്ങള്? ഞാനും അപ്പനും അപ്പന്റെ സഹോദരി സുഭദ്രയും. കമഷം പോവാം. ഞാനത് അങ്ങട് പറയാനിരിക്കായിരുന്നു. ഒന്ന് കിടക്കണം, ക്ഷീണം. പപ്പനാവൻ കേസിന് ഞാൻ വക്കീലിനെ ഏർപ്പാടാക്കി. സുപ്രീം കോടതിയിലെ ആളാ, കേട്ട് കാണും. സുഖദേവ് സിംഗ്. ഒരു സിറ്റിംഗിന് 1 ലക്ഷം രൂപയാ ഫീസ്. ഒരു നിമിഷം നിൽക്കുക, എനിക്ക് ചിലത് പറയാനുണ്ട്. സുഭദ്രയ്ക്ക് എന്താ വേണ്ടേ? ഏട്ടൻ ക്ഷമിക്കണം. സ്ത്രീകൾ ഉമ്മർത്ത് വന്ന് ആണുങ്ങളുടെ സഭയിൽ സംസാരത്തിന് വരണ പതിവ് കോലോത്തില്ല. ഞാനത് തെറ്റിക്കുക. കലക്ടർ സാർ, തമ്പുരാട്ടിക്ക് പറയാനുള്ള ഒന്ന് കേൾക്കാം. പറയൂ.
തിരുവാഭരണങ്ങൾ കണിമംഗലത്തേക്ക് ഉത്സവത്തിനായി വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറാണ്. സുഭദ്രേ, ദാ, പതുക്കെ ഒച്ച വെച്ചവരെ ഭയപ്പെടുത്തരുത്. നീ മാത്രം വിചാരിച്ചിട്ട് എന്താ കാര്യം? എന്റെ അഭിപ്രായം അതാണ്. അത്രേ ഞാൻ പറഞ്ഞോളൂ. മിസ്റ്റർ അപ്പം തമ്പുരാൻ, നിങ്ങളുടെ വാക്കിന്റെ വില നിങ്ങൾ കാണിക്കണം. ട്രസ്റ്റിലെ ഒരു മെമ്പറെങ്കിലും സപ്പോർട്ട് ചെയ്താൽ ആഭരണങ്ങൾ വിട്ടുതരാമെന്ന് നിങ്ങൾ പറഞ്ഞു. ഇനി അച്ചാപോറ്റി പറയരുത്. ഏട്ടനെ ധിഖരിച്ചൊന്നും നേടാനല്ല, ആ ഉത്സവം നടക്കണം. എനിക്കതേ ഉള്ളൂ. തമ്പുരാൻ, ഇനി ഒഴിവ് കഴിവുകൾ പറയരുത്. ഇവിടെ വെച്ച് നിങ്ങൾ ഞങ്ങൾക്ക് വാക്ക് തമ്പുരാട്ടി പറഞ്ഞൊന്നും അങ്ങോട്ട് തലയിൽ കയറിയില്ലെന്നുണ്ടോ? പറയൂ തമ്പുരാൻ. കുളപ്പുള്ളി അപ്പൻ വാക്ക് മാറ്റി പറയില്ല. നടക്കുന്നതേ പറയൂ, പറഞ്ഞത് നടത്തും. ബാപ്പു, ഈ കട ഞാൻ എങ്ങനെ വീട്ടെന്ന് എനിക്കറിയില്ലടോ. വീട്ടിൽ കഴിഞ്ഞാൽ പിന്നെ ബാപ്പുവിന് എന്തിനു കൊള്ളാം സർ. ഇനി ഒരു അന്യനായിട്ട് കാണരുത്. ഇങ്ങോട്ട് തേടി വന്ന കോടികളെ സലാം പറഞ്ഞ് മടക്കിയ മനുഷ്യനങ്ങള്. എന്റേത് നിങ്ങളെന്നൊരു കണക്ക് നമ്മൾ തമ്മിൽ വേണ്ട. കാര്യം നടക്കട്ടെ. എഴുത്തച്ഛൻ, എടുക്കാം. അമ്പലത്തിന്റെ പുനരുദ്ധാരണം ആകട്ടെ ആദ്യം. ദിവസങ്ങളില്ല. കടലാടും കാവടി കടകം കുണ്ടല കവച കിരീടം ചൂടി തിരുകോലം കെട്ടിയൊരുങ്ങി കുലദൈവത്താറ് വട്ടമലമുടി ചിക്കിയുണക്കി വായ്ക്കണ്ണിൽ ചെമ്പൊരി ചിന്തി വരദാഭയമുദ്രയണിഞ്ഞു വരുന്നേ പെരുമാള് കടലാടും കാവടി കടകം കുണ്ടല കവച കിരീടം ചൂടി തിരുകോലം കെട്ടിയൊരുങ്ങി കുലദൈവത്താറ് വടമലമുടി ചിക്കിയുണക്കി വാൽക്കണ്ണിൽ ചെമ്പൊരു ചിന്തി വരദാഭയമുദ്രയണിഞ്ഞു വരുന്നേ പെരുമാള് വന്നേരിക്കോലം വാഴണ പൂരപ്പെരുമാള്. കീഴ്പയ്യൂർ മന വരെ ഒന്ന് പോണം. അവിടുത്തെ വലിയ നമ്പൂരിയെ കണ്ട് പൂജാകർമ്മങ്ങൾക്ക് ആരെയാണെന്ന് വെച്ചാൽ ആളെ ഇങ്ങോട്ട് അയക്കാനുള്ള ഏർപ്പാട് ചെയ്യണം. ആളെ അയക്കാം. പോയി ക്ഷണിക്കാന്നൊരു ചടങ്ങുണ്ട്. കാര്യപ്പെട്ടവരാരെങ്കിലും പോണം. എന്താ, ഒന്ന് പോവാൻ ബുദ്ധിമുട്ടുണ്ടാവോ? പോകാം, ബുദ്ധിമുട്ടൊന്നുമില്ല. എന്നാ വൈകണ്ട.